നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി അവസരം ആർക്കൊക്കെ പങ്കെടുക്കാം? 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ള 18 മുകളിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. എന്തുകൊണ്ട് പങ്കെടുക്കണം? 200+ കമ്പനികൾ, 1000+ ഒഴിവുകൾ. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായ ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റയുടെയും 5 പകർപ്പുകൾ എന്നിവ കയ്യിൽ കരുതുക. കൂടുതൽ വിവരങ്ങൾക്ക് 0481256345 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചങ്ങനാശ്ശേരി ക്രിസ്തുജ്യോതി കോളേജും കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററും സംയുക്തമായി തൊഴിൽമേള നടത്തുന്നു. ഡിസംബർ 7 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ചങ്ങനാശ്ശേരി ക്രിസ്തുജ്യോതി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി, കോട്ടയം ജില്ല. ഡ്രൈവർ കം അറ്റൻഡർ ആവാം. ഡ്രൈവർ കം അറ്റൻഡർ മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ ബ്ലോക്കിലേക്ക് ഡ്രൈവർ കം അറ്റൻഡറെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ 10ാം ക്ലാസ് പാസ്സായവരും LNV ലൈസൻസ് ഉള്ളവരുമായിരിക്കണം. താൽപ്പര്യമുള്ളവർ ഡിസംബർ 3 രാവിലെ 10:30 യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ സിവിൽ സ്റ്റേഷന് ബാക്ക് ആൻഡ് ഇൻ്റർവ്യൂവിന് ഹാജരാകണം. നിയമനം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേനയോ അല്ലെങ്കിൽ 90 ദിവസത്തേക്കോ ആയിരിക്കും. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് 0483273491 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹോമിയോപ്പതി ഹെൽത്ത് സെൻ്ററിൽ സ്വീപ്പർ നിയമനം. വയനാട് പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടിയോട്ടുകുന്ന് ഹോമിയോപ്പതി ഹെൽത്ത് സെൻ്ററിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നു. കൊട്ടിയോട്ടുകുന്ന് ഉന്നതിയിൽ താമസിക്കുന്നവർക്ക് പങ്കെടുക്കാം. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തിപരി സർട്ടിഫിക്കറ്റിൻ്റെ അസൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി ഡിസംബർ 6 രാവിലെ 10:30 സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. +2 ഉള്ളവർക്ക് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ അവസരം. റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ കണ്ടൻറ് മാനേജറുടെ ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു. +2 ആണ് യോഗ്യത. തിരുവനന്തപുരം PTP നഗറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഡിസംബർ 12 രാവിലെ 11 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ വിവിധ ഒഴിവുകൾ. വയനാട് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ HMC മുഖേന സ്റ്റാഫ് നേഴ്സ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് തസ്തികകളിൽ നിയമനം നടത്തുന്നു. കൽപ്പറ്റ നഗരപരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. പ്രായപരിധി 40 വയസ്സ്. ബന്ധപ്പെട്ട തസ്തികയിൽ യോഗ്യരായവർ ഡിസംബർ 6 വൈകിട്ട് 5 കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ അപേക്ഷ നൽകണം. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി ഡിസംബർ 10 രാവിലെ 10 മണിക്ക് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരണം. ഫോണിൽ അവസരം. PSC പരീക്ഷയില്ലാതെ ജോലി നേടാം. എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കേരള സർക്കാരിന് കീഴിൽ PSC പരീക്ഷയില്ലാതെ കെഫോണിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ നൽകാം. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 7 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റ് ചീഫ് സെയിൽസ് ഓഫീസർ 1, ഡെപ്യൂട്ടി ജനറൽ മാനേജർ സർവീസ് ഡെലിവറി 1, മാനേജർ NOC 1. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി ചീഫ് സെയിൽസ് ഓഫീസർ 60 വയസ്സ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ 50 വയസ്സ്, മാനേജർ 50 വയസ്സ്.
Qualification: Chief Sales Officer, First Class Master's Degree in Business Administration, Deputy General Manager, First Class Bachelor Degree in Electrical and Electronics or Electronics and Communication or Electronics and Telecommunications, Master's Business Administration. Manager qualification: First Class Bachelor's Degree in Electrical and Electronics or Electronics and Communication, Electronics and Telecommunication. ശമ്പളം: ചീഫ് സെയിൽസ് ഓഫീസർ 2 ലക്ഷം പെർ മന്ത്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ 1,25,000, മാനേജർ 90,000. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തുകയും യോഗ്യതയുണ്ടെങ്കിൽ അഭിമുഖത്തിന് ക്ഷണിക്കുകയും ചെയ്യും. ഇങ്ങനെ നടത്തുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. റിക്രൂട്ട്മെൻറ്റ് പൂർണ്ണമായും കരാർ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും. യോഗ്യതയുള്ള അപേക്ഷകരുടെ എണ്ണം കൂടുകയാണെങ്കിൽ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള പ്രക്രിയകൾ ഉൾപ്പെടുത്തും. എങ്ങനെ അപേക്ഷിക്കാം? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാനായി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് അതല്ലെങ്കിൽ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റോ ഉപയോഗിക്കാം. പൂർണ്ണമായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷിക്കുക. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് 2024 ഡിസംബർ 13 വരെ അപേക്ഷ സമർപ്പിക്കാം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഒഴിവുകൾ. ഓൺലൈൻ വഴി അപേക്ഷിക്കാം. വിമാനത്താവളങ്ങളിൽ 277 സെക്യൂരിറ്റി സ്കീനർ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി സ്ഥാപനമായ AI കാർഗോ ലോജിസ്റ്റിക് ആൻഡ് അലൈഡ് സർവീസിൽ സെക്യൂരിറ്റി സ്കീനർ 277 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗോവ, ലേ, പോർട്ട് ബ്ലെയർ, സൂറത്ത്, വിജയവാഡ എയർപോർട്ടുകളിലാണ് അവസരം. സ്റ്റൈഫൻ 15,000 രൂപയാണ് സ്റ്റൈഫൻ. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയാൽ 30,000 തൊട്ട് 34,000 രൂപ ശമ്പളത്തിൽ നിയമനം ലഭിക്കും. യോഗ്യത: 60% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുള്ള പരിജ്ഞാനവും. പ്രായം 27 കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. ഫീസ്: വനിതകൾക്ക്, SC/ST വിഭാഗക്കാർക്ക്, EWS വിഭാഗക്കാർക്ക് 100 രൂപ, മറ്റുള്ളവർക്ക് 750 രൂപ. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി ഡിസംബർ 10 വൈകിട്ട് 5 മണി വരെ. വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.